നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഏപ്രിൽ 26 ഞായറാഴ്ച തൃശ്ശൂർ പൂരം. ഈ പുണ്യദിനത്തിൽ ശ്രീ വടക്കുംനാഥ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ സ്വന്തം വീടിനടുത്തുള്ള ഏതെങ്കിലും ശിവക്ഷേത്രത്തിലോ ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കാലങ്ങളായി നടക്കാതെ കിടക്കുന്ന ആഗ്രഹങ്ങൾ പോലും സഫലമാകും എന്നാണ് വിശ്വാസം. ഇത് വെറുമൊരു വിശ്വാസമല്ല, മറിച്ച് ആ ദിവസത്തിൻ്റെ പ്രത്യേകമായ ഊർജ്ജസ്വലത തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാ നക്ഷത്രക്കാർക്കും ഈ ദിവസം ഗുണകരമാണെങ്കിലും പ്രത്യേകിച്ച് 10 നക്ഷത്രക്കാർ ഈ പൂര ദിവസമോ അല്ലെങ്കിൽ പൂരം കഴിഞ്ഞ് 3-ാം പക്കം പൂർത്തിയാകുന്നതിന് മുൻപോ ബുധനാഴ്ചക്കുള്ളിൽ ശിവക്ഷേത്ര ദർശനം നിർബന്ധമായും നടത്തിയിരിക്കണം. മറ്റുള്ള കാര്യങ്ങൾക്ക് കാണിക്കുന്നത് പോലെ അലസതയും മടിയും ആത്മീയ കാര്യങ്ങൾക്ക് കാണിക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രകാശം കടന്നു വരാനുള്ള സാധ്യതകളാണ് ഇതെല്ലാം. വടക്കുംനാഥൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചു വരുന്ന പല പ്രതിസന്ധികളെയും നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഇതുവരെ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം മറികടക്കാൻ കഴിയുന്ന ഒരവസരമാണ് ഇത്തരം ദിവസങ്ങൾ. ആ ദിവസത്തെ നാം ഐശ്വര്യപൂർണ്ണമാക്കുക എന്നത് നമ്മുടെ കൂടെ കടമയാണ്. നമുക്ക് ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ നാം കാണാറില്ലേ? ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും പടുകുഴിയിൽ നിന്ന് ഉയർച്ചകൾ കൈവരിച്ച എത്ര ആളുകളെ നമുക്കറിയാം. അതെല്ലാം അവരുടെ കഠിനാധ്വാനത്തോടൊപ്പം അവർ ഇത്തരം ആത്മീയ കാര്യങ്ങൾക്കും മുൻതൂക്കം കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ്. അവരുടെ പ്രാർത്ഥനകളും വഴിപാടുകളും എല്ലാം ഭഗവാൻ കാണുകയും ആ വഴിപാടിൻ്റെയും പ്രാർത്ഥനയുടെയും ശക്തി കൊണ്ട് തന്നെയാണ് അവർ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നത്. അത്തരം കാര്യങ്ങളൊന്നും അവർ പുറമെ പറയണമെന്നോ കാണിക്കണമെന്നോ ഇല്ല. എന്നാൽ ഭഗവാന് ഇത്തരം വിശേഷപ്പെട്ട ദിവസങ്ങളിലെല്ലാം അവർ ഭഗവാനിൽ മുന്നിൽ പ്രാർത്ഥിക്കുകയും അവർ ആ ദിവസങ്ങളിൽ ചെയ്യേണ്ട വഴിപാടുകൾ കൃത്യമായി ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം നീങ്ങി അവർ ജീവിതത്തിൽ കുതിച്ചുയരുന്നത്. ഒരു കാലഘട്ടം വരെ എല്ലാ കഷ്ടതകളും അനുഭവിച്ചവർ തന്നെയായിരിക്കും. പിന്നീട് അവർ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് മാറുന്നത് ഭഗവാന്റെ അനുഗ്രഹവും അവരുടെ പ്രാർത്ഥനകളുടെയും വഴിപാടുകളുടെയും ശക്തിയും കൊണ്ട് തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൽ മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ്. നിങ്ങൾ കഠിനമായി പ്രയത്നിച്ചാൽ അതോടൊപ്പം നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹവും നിങ്ങൾക്ക് സൗഭാഗ്യവും കടന്നു വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വിപ്ലവകരമായ വലിയ മാറ്റങ്ങൾ, അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങൾക്ക് ഇത്തരം ദിവസങ്ങളിൽ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ഇടപഴകാൻ സാധിക്കാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജിയുടെ സ്വാധീനം കൊണ്ടാണ്. ആ എനർജി നിങ്ങളെ പുറകോട്ടാണ് നടത്തുക, നിങ്ങളെ തളർത്തുകയാണ് ചെയ്യുക. നിങ്ങളുടെ ഊർജ്ജസ്വലത ഇല്ലാതാക്കും, നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കും, നിങ്ങളുടെ ജീവിതം ക്രമേണ തകരുകയാണ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജ്ജം കടന്നു വരുന്നതിനും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ഇടപഴകുന്നതിനും നിങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിൽ, ഇത്തരം വിശേഷ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നിങ്ങൾക്കൊപ്പമുള്ള നെഗറ്റീവ് ഊർജ്ജം അവിടെ ക്ഷേത്രത്തിന് പുറത്ത് മാത്രമാണ് അവർക്ക് പ്രവേശനം. ഇത്തരം നെഗറ്റീവ് ഊർജ്ജങ്ങൾക്കൊരിക്കലും ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. വാസ്തുശാസ്ത്രപ്രകാരം നോക്കുമ്പോൾ ആരാധനാലയങ്ങളെല്ലാം തന്നെ പോസിറ്റീവ് ഊർജ്ജം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളായിരിക്കും. അത്തരം സ്ഥലങ്ങളിൽ നാം പ്രവേശിക്കുമ്പോൾ നമുക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും പോസിറ്റീവ് ചിന്തകളും മനസ്സിലേക്ക് കടന്നു വരും. യുക്തിപരമായ പല കാര്യങ്ങളും നമുക്കവിടുന്ന് ചിന്തിച്ചെടുക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് സാധ്യമാകുന്ന സമയങ്ങളിലെല്ലാം, സന്ദർഭങ്ങളിലെല്ലാം ക്ഷേത്ര ദർശനം നടത്തണമെന്ന് പറയുന്നത്. ആരാധനാലയങ്ങൾ സന്ദർശിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധിയാവുന്നു. നമ്മുടെ ഭയവും സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം അവിടെ നിൽക്കുന്നു. അതിത്തരം വിശേഷാൽ ദിവസങ്ങൾ കൂടിയാകുമ്പോൾ അതിൻ്റെ ഫലം ഇരട്ടിയാകും. നമുക്ക് ജീവിതത്തിലേക്ക് ഒരു പുതുവെളിച്ചം കടന്നു വരുന്നതിന് അത് സഹായകരമായി തീരും. മനസ്സിലെ നെഗറ്റീവ് ഊർജ്ജമെല്ലാം മാറി നമുക്ക് ചുറ്റുമുള്ള എല്ലാ നെഗറ്റീവുകളും നീങ്ങി ജീവിതത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള വെളിച്ചം കടന്നു വരും. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളാൽ പല ആളുകൾക്കും ഇത്തരം വിശേഷാൽ ദിവസങ്ങളിലോ അല്ലെങ്കിൽ മറ്റു പല ദിവസങ്ങളിലോ ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്ത ധാരാളം ആളുകളുണ്ട്. അവർക്ക് നമ്മുടെ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിലും നടക്കുന്ന പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവാവുന്നതാണ്. ഇത്തരം പൂജാ വഴിപാടുകൾ നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരുന്നതിന് വളരെയധികം സഹായിക്കും. ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. അതായത് നിങ്ങളുടെ സുഹൃത്തുക്കളിലും ബന്ധുമിത്രാദികളിലെല്ലാം ഇത്തരം നെഗറ്റീവ് ഊർജ്ജത്താൽ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവരിലേക്ക് ഒരു അധ്യായം ഷെയർ ചെയ്യുക. നെഗറ്റീവ് ഊർജ്ജത്തെ മാത്രമല്ല അവരുടെ ജീവിതത്തിലേക്ക് സമാധാനവും ഐശ്വര്യവും കൊണ്ടുവരുന്നതിന് ഇത്തരം പൂജാ വഴിപാടുകൾക്ക് സാധിക്കും. അതുകൊണ്ട് ഈ ഒരു അധ്യായം അവരിലേക്ക് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തുകൊണ്ട് കാണുക. നിങ്ങളുടെ നിഷ്കളങ്കമായ മനസ്സും നിസ്വാർത്ഥമായ പ്രവർത്തനം തന്നെയാണ് ഈ പ്രപഞ്ചം നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കുന്നത്. ഇനി എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറെ ലൈക്കുകൾ ഈ ഒരു അധ്യായത്തിന് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ഇനി ആ ഭാഗ്യ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുവെന്നും വടക്കുംനാഥൻ അവർക്ക് എന്തെല്ലാം അനുഗ്രഹമാണ് നൽകുന്നതെന്നും നോക്കാം.
ഇതിലാദ്യം തന്നെ വരുന്നത് മിഥുനം രാശിയിൽപ്പെട്ട മകൈര്യം, തിരുവാതിര, പുണർദം. ഈ നക്ഷത്രക്കാർ തീർച്ചയായും പൂര ദിവസമോ അല്ലെങ്കിൽ പൂരം കഴിഞ്ഞ് 3 ദിവസത്തിനകമോ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരിക്കണം. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതുവെളിച്ചം കണ്ടുവരുന്നതിന് വളരെയധികം സഹായിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക പ്രതിസന്ധികളെ മറികടക്കുന്നതിനും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി കൈകളിലേക്ക് ധാരാളം പണം വന്നുചേരുന്നതിനും സഹായിക്കും. ലോട്ടറി സൗഭാഗ്യം പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നുചേരും. നിങ്ങൾക്ക് നിധി പോലുള്ള അമൂല്യമായ വസ്തുക്കൾ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് നിർബന്ധമായും ഈ ദിവസങ്ങളിൽ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തിയിരിക്കണം. അടുത്തതായി വരുന്നത് വൃശ്ചിക രാശിയിൽപ്പെട്ട വിശാഖം, അനിഴം, തൃക്കേട്ട. നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുന്നൊരു ദിവസം തന്നെയാണ്. ഈ പൂര ദിവസം നിങ്ങൾ നിർബന്ധമായും തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിച്ച് വഴിപാടുകൾ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനയും വഴിപാടുകൾക്കും ആ ദിവസം ഇരട്ടി ശക്തിയായിരിക്കും. ആ ദിവസം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്കടുത്ത പൂരത്തിന് മുൻപായി നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചെടുക്കുവാൻ സാധിക്കും. അത് ഭഗവാന്റെ അനുഗ്രഹത്തോടെ തന്നെയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരിക്കണം. അടുത്തതായി വരുന്നത് കന്നിക്കാരായ ഉത്രം, അത്തം, ചിത്തിര. ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ഒരു പൂര ദിവസം നിങ്ങൾ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഈ ഒരു വിശേഷപ്പെട്ട ദിവസം ചെയ്യുന്ന പൂജകൾക്കും പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും അത്രയേറെ ശക്തിയുണ്ട്. ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് തന്നെ പറയാം. അടുത്ത പൂരത്തിന് മുൻപ് നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ. ഈ ഒരു ദിവസം നിങ്ങൾ ചെയ്യുന്ന വഴിപാടുകൾക്ക് അത്രയേറെ ശക്തിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഈ ഒരു ദിവസം നിങ്ങൾ ബാക്കി എല്ലാ തിരക്കുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറ്റി നിർത്തി ഭഗവാന്റെ സന്നിധിയിൽ ചെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് വഴിപാടുകൾ ചെയ്ത് മനസമാധാനത്തോടുകൂടി മടങ്ങുക. നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം തന്നെ ഇല്ലാതാവും. അത് ഇവിടെ പരാമർശിച്ച എല്ലാ നക്ഷത്രക്കാരുടെ അനുഭവത്തിലും വരും. സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൾ നീങ്ങി നിങ്ങൾ പ്രതീക്ഷിക്കാത്തിടത്തു നിന്ന് പോലും നിങ്ങളെ തേടി പൊന്നും പണവും വരും. നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള സഹായങ്ങൾ ലഭിക്കും. എങ്ങും നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ നിങ്ങൾക്കവിടെ സെലക്ഷൻ കിട്ടും. നിങ്ങൾ സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാവും. നിങ്ങളൊരു ഭൂമി, ഭവനം ഇതെല്ലാം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അടുത്ത പൂരത്തിന് മുൻപ് തന്നെ നിങ്ങൾക്കിതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കും. അതിവിടെ പരാമർശിച്ച എല്ലാ നക്ഷത്രക്കാർക്കും ബാധകമാണ്. നിങ്ങൾ പൂര ദിവസം വൈകുന്നേരം ദീപാരാധന തൊഴുന്നത് അത്യധികം സവിശേഷപ്പെട്ടതാണ്. കൂടാതെ വൈകുന്നേരം 6:15 ശേഷം ഏകാദശി ആരംഭിക്കുന്നതുകൊണ്ട് ആ സമയത്ത് പ്രാർത്ഥിക്കുന്നത് വരും വർഷം മുഴുവൻ ഗുണം നൽകുന്നതിന് പ്രദാനം ചെയ്യും. നിങ്ങൾ വഴിപാടുകൾ ചെയ്യുകയാണെങ്കിൽ ശിവഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടത് ജലധാരയാണ്. അനേകം ഇരട്ടി ചൂടിൽ നിൽക്കുന്ന ഭഗവാന്റെ ശിരസിനെ തണുപ്പിക്കുന്ന ജലധാര ഭഗവാന്റെ അനുഗ്രഹം പെട്ടെന്ന് ലഭിക്കാൻ സഹായിക്കുന്നു. ക്ഷീരധാരയും ചെയ്യാമെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായത് ജലധാര തന്നെയാണ്. അതുകൊണ്ട് വഴിപാടുകൾ ചെയ്യുമ്പോൾ ഇതുകൂടെ ഉൾപ്പെടുത്തുക. വലിയ തുകയോ സ്വർണമോ കൊണ്ട് തുലാഭാരം നടത്തുന്നതിനേക്കാൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് ഭഗവാന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാം നേരത്തെ പറഞ്ഞത്, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വലിയ ശക്തിയുണ്ട്. നിങ്ങൾ മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിക്കുകയാണെങ്കിൽ, അത് ഇത്തരം വിശേഷ ദിവസങ്ങളിലാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഭഗവാൻ ഉത്തരം നൽകും. നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഭഗവാൻ നിങ്ങളെ കരകയറ്റും. ഇത്തരം വിശേഷ ദിവസങ്ങളിൽ നടത്തുന്ന പ്രാർത്ഥനകൾക്ക് അത്യധികം ശക്തിയും ചൈതന്യമുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം പ്രതിഫലിക്കുകയും ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അനുകൂലമായൊരു റിസൾട്ട് ലഭിക്കും. എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് എത്തുകയും ചെയ്യും. നിങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്നവരുടെ മുൻപിൽ നിങ്ങൾക്ക് കുതിച്ചുയരുവാൻ സാധിക്കും. പൂര ദിവസവും അതിനെ തുടർന്ന് വരുന്ന ദിവസങ്ങളിലും ഏകാദശി ദിവസവും മഹാമൃത്യുഞ്ജയ പൂജയും രുദ്രാഭിഷേകവും നടക്കുന്നുണ്ട്. ദൂരസ്ഥലത്തുള്ളവർക്കോ തിരക്കുകൾ മൂലം ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവർക്കോ വീട്ടിലിരുന്ന് സങ്കല്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഒപ്പം തന്നെ പേരും നാളും കമൻ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ വിശേഷാൽ പൂജകളിൽ പങ്കാളിയാവാവുന്നതുമാണ്. ഭഗവാന്റെ ദൃഷ്ടിയിൽ പെടുക എന്നതാണ് പ്രധാനം. ഈ പറഞ്ഞ 12 നക്ഷത്രക്കാർക്ക് മാത്രമല്ല 27 നക്ഷത്രക്കാർക്കും ഈ ദിവസം തുല്യമായ ഗുണഫലങ്ങൾ ലഭിക്കും. നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും കടന്നു വരട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. നാം ഇവിടെ പരാമർശിച്ച നക്ഷത്രക്കാർ മാത്രമല്ല,
ബാക്കി എല്ലാ നക്ഷത്രക്കാരും ഈ ഒരു ദിവസം സാധ്യമാവുകയാണെങ്കിൽ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുക. തീർച്ചയായും അതിൻ്റെ ഒരു ഗുണഫലം നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ലഭിക്കുക തന്നെ ചെയ്യും. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക. നന്ദി, നമസ്കാരം.